അതെ, നാളെ ഡിന്നറിന് നമുക്ക് കുറച്ച് ബീഫ് കബാബ്സ് ഉണ്ടാക്കിയാലോ? നല്ല ജ്യൂസി കബാബും അതിനോടൊപ്പം കുറച്ച് ഹമ്മൂസും ഒരു ക്യാരറ്റ് യോഗട്ട് കൊണ്ടുള്ള ഡിപ്പും പിന്നെ കുറച്ച് ഓണിയൻ വിത്ത് സുമാക് സാലഡും അതും റൊട്ടിയും കൂട്ടി അടിച്ച് മാറിയല്ലേ അമ്മോ അടിപൊളി. നമ്മൾ ഇന്ന് രണ്ട് ടൈപ്പ് മാരിനേഷൻ ചെയ്യാൻ പോകുന്നത്, ഒന്ന് ലബനീസ് സ്റ്റൈലും പിന്നെ ഒന്ന് തുർക്കി സ്റ്റൈലും. അപ്പോൾ അതിനകത്ത് തന്നെ മീറ്റ് ക്യൂബ്സ് വേണം. ഒരു ബൗളിലേക്ക് കുറച്ച് ഒലീവ് ഓയിലും യോഗട്ടും തൈമും റോസ്മാരിയും പാപ്രിക്കയും പെപ്പർ പൗഡറും സുമാക്കും ടൊമാറ്റോ പേസ്റ്റും പിന്നെ കുറച്ച് അധികം ഗാർലിക്കും ഉപ്പും കൂടിയിട്ട് മാരിനേറ്റ് ചെയ്താൽ നമ്മൾ ലബനീസ് സ്റ്റൈൽ മാരിനേഷൻ റെഡിയായി. ഇനി നമ്മൾ തുർക്കി സ്റ്റൈൽ, അതിനാദ്യം തന്നെ കുറച്ച് ഒണിയൻ ജ്യൂസ് വേണം. ഈ ഒണിയൻ ജ്യൂസിലേക്ക് കുറച്ച് പാലും ഒലീവ് ഓയിലും വിനിഗറും കുമിൻ പൗഡറും പിന്നെ കുറച്ച് പാപ്രിക്ക പൗഡറും കുരുമുളകും ഉപ്പും കൂടിയിട്ട് മാരിനേറ്റ് ചെയ്താൽ നമ്മൾ മാരിനേഷനെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ഈ മീറ്റിനെ പ്രോപ്പറായിട്ട് റെസ്റ്റ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ കബാബിൻ്റെ ടേസ്റ്റ് ഇരിക്കുക. മിനിമം ഒരു 4 hours എങ്കിലും, പക്ഷേ ബെറ്റർ 24 അല്ലെ 48 hours എങ്കിലും റെഫ്രിജറേറ്റ് ചെയ്യുന്നതാണ്. ഇനി ഈ മീറ്റിനെല്ലാം സ്ക്രൂവറിലേക്ക് കുത്തിവെച്ച് ഓവൻ്റെ ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചറിൽ ഗ്രിൽ ചെയ്തെടുക്കണം. ഒരു ഹാഫ് ഡേ ആയാലും ഒന്ന് തിരിച്ചിട്ട് പിന്നെയും ഗ്രിൽ ചെയ്യണം. ഈ സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കൂടെ ഗ്രിൽ ചെയ്യാൻ വെക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ കബാബ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്.